നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാർക്കും അതേ കണക്ക് തന്നെ പ്രായമുള്ള അമ്മമാർക്കൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം പല സ്ത്രീകളും ഈ നമ്മുടെ ഈ കാലുകളുടെ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. മുട്ടുവേദന, കാലിൻ്റെ പെരുപ്പ്, അതേ കണക്ക് തന്നെ കാലുവേദന, നടക്കാൻ പറ്റാതെ വരും, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾ വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കിയോളൂ. ഒരു 15 മിനിറ്റ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന എക്സസൈസുകളാണ്. അപ്പം ഞാനിത് മുഴുവനായിട്ട് വീഡിയോ കാണിച്ചു തരുന്നില്ല. അപ്പം ഞാൻ ഏതൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. വീഡിയോ ഒരുപാട് ലെങ്തായി പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഇതേ കണക്കൊന്ന് ഫോളോ ചെയ്ത് നോക്കിയോളൂ. അതിനുശേഷം നിങ്ങൾ കമൻസുകൾ രേഖപ്പെടുത്തും. നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ഇതുമൂലം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എക്സസൈസുകൾ ചെയ്യേണ്ടതെന്ന്. അപ്പം നിങ്ങൾ ഒരു ബലമുള്ള കസേര എടുക്കാം, അല്ലെങ്കിൽ ബലമുള്ള ഒരു ടീപ്പോയിൽ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് രാവിലെ വൈകുന്നേരം എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് ഫോളോ ചെയ്യാം. സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഇതേപോലെ നിങ്ങളുടെ ഒരു കാല് മുകളിലോട്ട് ഉയർത്തുക. കണ്ടില്ലേ? കാല് ഈ മുട്ടൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. കാല് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഉയർത്തുക. സാവധാനം താഴോട്ട് കൊണ്ടുവരിക. 2, സാവധാനം താഴോട്ട് കൊണ്ടുവരിക. 3, കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾ ഒരു കാല് 15 എണ്ണം ചെയ്യുക. കണ്ടില്ലേ? അതിനുശേഷം ഒരു 15 എണ്ണം ഈ കാലിൽ ചെയ്തതിന് ശേഷം അടുത്ത കാല് പതുക്കെ ഉയർത്തി 1, 2, സാവധാനം താഴോട്ട് കൊണ്ടുവരിക. 3. അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ എക്സസൈസ്. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഇതേപോലെ 1 ഇത്ര മാത്രം ഉയർത്തിയാൽ മതി. സാവധാനം താഴോട്ട് കൊണ്ടുപോവുക. 2, 3, 4, 5, 6. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാം. അപ്പം ഒരു കാലിൽ ഒരു 15 എണ്ണം നിങ്ങൾ ചെയ്യുക. ഈ ഒരു കാലിൽ 15, ഈ ഒരു കാലിൽ 15. മൂന്നാമത്തെ വ്യായാമം എന്ന് പറയുന്നത് നിങ്ങൾ കസേരയിൽ നല്ല സ്ട്രൈറ്റ് ആയിട്ട് ബലമായിട്ട് പിടിച്ച് ഇരിക്കുക. ഇരുന്നതിന് ശേഷം നിങ്ങളുടെ രണ്ട് കാലുകളും ഒരേപോലെ മുകളിലോട്ട് ഉയർത്തുക. കണ്ടില്ലേ? 1, സാവധാനം താഴോട്ട് കൊണ്ടുപോവുക. 2, വെരി ഗുഡ്. 3, 4. കാല് നല്ല സ്ട്രെയിറ്റ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഒരു 15 എണ്ണമൊക്കെ ചെയ്യാവുന്നതാണ്. എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഹീൽ റൈസ് എന്ന് പറയുന്ന എക്സസൈസ് ആണ്. നിങ്ങൾ കാല് നിങ്ങളുടെ വിരല് താഴെ കുത്തിക്കൊണ്ട് ഇതേപോലെ മുകളിലോട്ട് ഉയർത്തുക. 1, 2. നിങ്ങളുടെ കാഫ് മസിൽസിന് നല്ല എക്സസൈസ് ആണിത്. 3. ഈ പല ആൾക്കാർക്കും ഈ പ്രായമായി വരുന്തോറും ഈ മസിൽ പിടുത്തം പോലുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പം നമുക്ക് അതിനകത്തു നിന്നൊക്കെ ഒരു റിക്കവറിക്കൊക്കെ സാധ്യതയുള്ള ഒരു എക്സസൈസ് കൂടിയാണിത്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ഒരു 20 എണ്ണം ചെയ്യാവുന്നതാണ്. ഇതേപോലെ മുകൾ കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്യുക, അതൊക്കെ താഴോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ ഇതേ കണക്ക് മുമ്പോട്ട് കൊണ്ടുപോവുക. കണ്ടില്ലേ? ഇതേപോലെ. അതിനുശേഷം 1, 2, മാക്സിമം ഇതേ കണക്ക് ബാക്കിലോട്ട് കാല് കൊണ്ടുപോകാം. വീണ്ടും 3, ഫ്രണ്ടിലോട്ട് നല്ലോണം സ്ട്രെച്ച് ആവണം കാല്. 4, 5. ഓക്കെ, ഒരു കാല് ഒരു 15 എണ്ണം ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അടുത്ത കാല് പതുക്കെ മുമ്പോട്ട് കൊണ്ടുപോവുക. 1, 2, 3. ഓക്കെ, ഇതേ കണക്ക് ഈ കാലിന് ഒരു 15 എണ്ണം ചെയ്യുക. ഫൈനൽ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ വളരെയേറെ ഗുണമാണ് ഈ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ടതിന് ശേഷം നിങ്ങൾ കണ്ടില്ല, ഇതേ കണക്ക് പതുക്കെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ചില ആൾക്കാർക്ക് അസഹ്യമായിട്ടുള്ള മുട്ടുവേദന കാണും. അപ്പം അങ്ങനെയുള്ളവർക്ക് വലിയ പാടായിരിക്കും. കാരണം മുട്ടുവേദനയൊക്കെ കൂടുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതേ കണക്ക് ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കുക. 1, 2,
3 4 5. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ഒരു 15-20 എണ്ണം ചെയ്യാവുന്നതാണ്. അപ്പോൾ 5 എക്സസൈസുകളും വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള വ്യായാമങ്ങളാണ്. നിങ്ങൾ എന്നും വളരെ കുറച്ച് സമയം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഇതുവഴി ഉണ്ടാകും. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.